السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد شر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനികളായ പണ്ഡിതന്മാരെ, ബഹുമാനികളായ നാട്ടുകാരണവന്മാരെ, നേതാക്കളെ, ബഹുമാനമുള്ള യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട സഹോദരിമാരെ, ഈ പരിപാടി ശ്രവിക്കുന്ന ഇതര മതസമൂഹത്തിൽപ്പെട്ട സുഹൃത്തുക്കൾക്ക് എന്റെ സ്നേഹാഭിവാദ്യം. ബഹുമാനപ്പെട്ട സഹോദരൻ, അള്ളാഹു നമ്മുടെ ഈ ഒരു ചെറുതാണെങ്കിലും ഈ പ്രവർത്തനം അവൻ ഇഷ്ടപ്പെട്ടത് ആയി അവൻ സ്വീകരിക്കട്ടെ. നമ്മുടെ ചരിത്രം കണ്ട ഒരു വലിയ അത്ഭുതം ഈ ആഴ്ച സംഭവിക്കുകയുണ്ടായി. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളിൽ വലിയ ഒരു വിഭാഗം ജനങ്ങൾ വളരെ ആദരിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ എല്ലാ സൗഹൃദ ആരാധനാ വൃന്ദങ്ങളെയും വിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് മരിച്ചുപോയി എന്നതാണ് കൗതുകകരമായ ആ കാര്യം. ഇത് നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കേണ്ട ഒരു പരമാർത്ഥമാണ്. ഒരു ചെറിയ കാലഘട്ടത്തിൽ വന്നു പോവുക എന്നതിനപ്പുറം മനുഷ്യനിൽ ദിവ്യത്വത്തിന്റെ ഒരു അംശവുമില്ല എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഒരാൾക്കും തന്റെ വിധിയെ നിർണയിക്കാൻ കഴിയൂല. താൻ എന്ന് ജനിക്കണം എന്ന് താൻ തീരുമാനിക്കുന്നില്ല. താൻ തികഞ്ഞ വിധേയൻ മാത്രമാണ്. താൻ എന്ന് മരിക്കണമെന്നും താൻ ഇച്ഛിക്കുന്നത് പോലെ നടക്കുകയില്ല. താൻ എന്താകണമെന്ന് താൻ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്യാൻ കഴിയുന്നില്ല. തന്റെ രോഗാരോഗ്യങ്ങളെ തനിക്ക് നിർണയിക്കാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എല്ലാ വിഭാഗം ജനങ്ങളോടുമാണ് ഞാനിത് പറയുന്നത്. കാരണം ഖുർആനിന്റെ ഭൂമിക എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല. ഖുർആനിന്റെ ഭൂമിക വളരെ വിശാലമാണ്. ഖുർആൻ മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥമാണ് എന്നത് ഒരു തരം മൗഢ്യമാണ്. ഖുർആൻ മനുഷ്യന്റെ ഗ്രന്ഥമാണ്. ഖുർആൻ മനുഷ്യനോട് സംസാരിക്കുകയാണ്. സുഖങ്ങളെയും ദുഃഖങ്ങളെയും മനുഷ്യന്റെ വിധിയെയും കുറിച്ച് മനുഷ്യനോട് സംസാരിക്കുകയാണ്.
അതുകൊണ്ട് ഖുർആനിന്റെ പരിധിയിൽ നിന്ന് ഒരാളും പുറത്തല്ല എന്നതും കൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്ര വിശാലമായ ഒരു കാര്യത്തോടുകൂടെ നിങ്ങളോട് ആമുഖം പറഞ്ഞത്. ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഞാൻ എന്റെ ബാധ്യത നിർവഹിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഒരാളെങ്കിൽ ഒരാൾ എന്ന പുണ്യ റസൂൽ ഒരാൾക്കെങ്കിലും വെളിച്ചം കിട്ടലാണ് ഈ ലോകം മുഴുവനും നേടുന്നതിനേക്കാൾ വലിയ കാര്യം എന്ന് പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ത്യ രാജ്യക്കാർ വലിയ സഹനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രദേശവാസികളാണ്. നമ്മുടെ ഹൃദയം പൗരാണികമായി തന്നെ വിശാലമാണ്. ആരെയും കൊള്ളുകയും കൊടുക്കുകയും ചെയ്ത ലോകത്തെ ഏറ്റവും വിശാലമായ ഒരു സംസ്കൃതിയാണ് ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ അഭിമാനകരമായി നൽകിയിട്ടുള്ളത് എന്ന വസ്തുതയും ഇവിടെ ഞാൻ ഊന്നിപ്പറയുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് ചിന്തിക്കണം. കുറഞ്ഞ നേരമാണെങ്കിലും നമ്മൾ നമ്മെക്കുറിച്ച് മനസ്സിലാക്കണം. വിധി നിർണയിക്കാൻ കഴിയാത്തൊരു സൃഷ്ടിയാണ് നമ്മൾ. ഉള്ളിൽ നമ്മൾ അഹങ്കരിക്കുകയാണ്, നമ്മൾ വലിയ ആളുകളാണ്. സത്യത്തിൽ നമ്മളൊന്നുമല്ല. നമുക്ക് വലിയ കഴിവുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്നു, പക്ഷെ നമുക്കൊരു കഴിവില്ല. അന്തരിച്ച സായിബാബ അവരുടെ വീക്ഷണത്തിൽ ഇനിയും ഒരു പതിറ്റാണ്ടിന് ശേഷം മാത്രമാണ് അദ്ദേഹം മരിക്കേണ്ടത്. അദ്ദേഹമാകട്ടെ സാധാരണക്കാരിൽ നിന്ന് ഒരു വ്യത്യസ്തനായ വ്യക്തിയുമായി, പക്ഷേ അലംഘനീയമായ നിയമത്തിന് വിധേയമായിരിക്കും. എങ്കിൽ ആ നിയമം ആരുടേത് എന്ന് നാം ചിന്തിക്കണം. ആരുടേതാണ്? ആരാണ് ഇവിടെ ഒരു നിയമജ്ഞൻ? ആരിലേക്കാണ് എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്നത്? നിസ്സാര വസ്തുക്കൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ജോലികൾ ചെയ്യുന്നു. എന്തുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കുന്നില്ല? വലിയ വലിയ അപകടങ്ങളും സുനാമികളും സംഭവിക്കുമ്പോൾ കാട്ടുജീവികൾ അനവധി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിച്ചു പോകുന്നു. ആരാണ് അവർക്ക് ഈ വിവരം നൽകിയത് എന്നതും നമുക്കൊരു ചോദ്യമായി അവശേഷിക്കും. ഇവിടെ നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം. ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ലോകത്തെ ഏറ്റവും മനോഹരമായ വീട് ഉറുമ്പിന്റെ വീടാണ്. ഉറുമ്പ് ഏറ്റവും നിസ്സാരപ്പെട്ട ഒരു വസ്തുവാണ്. ജീവികളിൽ വളരെ നിസ്സാരപ്പെട്ട ഒരു ജീവിയാണ് ഉറുമ്പ്. ഇത്ര മിതശീതോഷ്ണമായി സംവിധാനിപ്പിക്കപ്പെട്ട ഒരു വീട് വേറെയില്ല. ആരുടേതാണ് ഈ നിയമം? നിസ്സാരമായ ഉറുമ്പിനെ ആരാണിത് പഠിപ്പിച്ചത്? ചിന്തിക്കുക, ആലോചിക്കുക. ഈ രാത്രിയിൽ അതൊന്ന് ആലോചിക്കുക. ആരായിരിക്കും? എന്തൊരു ചൂടിലും അതിന്റെ ഒരു വീട് മനോഹരായിരിക്കും. ابتني البيت الحسن بنظام للسكن ولقوت أذهب لست يوما ألعب كل يوم أذهب لطعامي أجمع لطعامي يشبع فإذا جاء المطر كان لبيت مقر.
كسعي في الصغر ونظامي في الكبر إنني نعم المثل باجتهادي في العمل. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ വെച്ച് പഠിച്ചൊരു കവിതയാണ്. ആ കവിതയിൽ ഒരു ഉറുമ്പിന്റെ ആത്മകഥ, ഒരു ഉറുമ്പ് പറയുക. മനോഹരമായ ചിന്തയാണ്. എന്താ ഉറുമ്പ് പറയുന്നത്? കുടി വെച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നതല്ല എന്റെ പണി, കുടിയേക്കാൾ ഞാൻ അധ്വാനത്തെ മുൻകടത്തുകയും ചെയ്യും. ഒരിക്കലും ഞാൻ മടി കാണിക്കുകയില്ല. ഞാൻ മടിയനല്ല. ഞാൻ കൊതിക്കും, എന്നിട്ട് ഞാൻ അധ്വാനിക്കും. നിങ്ങൾ മനുഷ്യരെ പോലെ കൊതിച്ചിരിക്കുന്ന പണി എനിക്കില്ല. ഞാൻ കൊതിക്കും, പിന്നെ ഞാൻ അധ്വാനിക്കും. ഒരിക്കലും ഞാൻ മടിക്കൂല. മടി എന്റെ ഒരു രീതിയല്ല. എന്റെ ലക്ഷ്യം എപ്പോഴും എന്റെ ആഗ്രഹം നേടുക എന്നതാണ്. അതിന്റെ പിന്നിലുള്ള അധ്വാനത്തെ ഒരിക്കലും ഞാൻ വിലവെക്കുകയില്ല. അധ്വാനവും ശ്രമവും ഒരിക്കലും ഞാൻ നിസ്സാരമായിട്ട് മാത്രമേ കാണാറുള്ളൂ. ഏറ്റവും മനോഹരമായ വീടാണ് ഞാൻ സംവിധാനിച്ചിട്ടുള്ളത്. എന്റെ വീട് ഭയങ്കര ഏത് വേനലിലും ഉറുമ്പിന്റെ വീട് മിതശീതോഷ്ണ സംബന്ധിയാണ്. അധികം ചൂടും അതിൽ കിടക്കില്ല, അധികം തണുപ്പ് അതിൽ കിടക്കില്ല. AC കറണ്ട് ബില്ല് അടക്കവും വേണ്ട. നമുക്ക് AC വെക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ കറണ്ട് ബില്ലിനെ പിടിച്ചില്ല. ഉറുമ്പിനോ AC ഇല്ല. നല്ല മിതശീതോഷ്ണമായ വീട്ടിലതങ്ങനെ കഴിയും. ധാന്യം കിട്ടിയാൽ രണ്ടാക്കി മുറിച്ചിട്ട് അത് സൂക്ഷിക്കുകയും ചെയ്യും. ധാന്യം കിട്ടിയ വേഗം രണ്ടാക്കി മുറിച്ചിട്ട് സൂക്ഷിക്കും. എന്തിനാ മുറിച്ച് സൂക്ഷിക്കുന്നത്? അതിന്റെ കയ്യിൽ ഒരു വിജ്ഞാനമുണ്ട്. അങ്ങനെ തന്നെ സൂക്ഷിച്ചാൽ അത് മുളച്ചേക്കും. മുളക്കാതിരിക്കാൻ വേണ്ടിയാണ് മുറിച്ച് സൂക്ഷിച്ചത്. എവിടുന്നാണ് ഇതിന് വിവരം കിട്ടിയത്? എന്നാല് മല്ലി കിട്ടിയാൽ, നെല്ല് ഗോതമ്പ് കിട്ടിയാൽ രണ്ടാക്കി മുറിച്ച് സൂക്ഷിക്കും. എന്നാൽ മല്ലി കിട്ടിയാൽ 4ആയി മുറിച്ച് സൂക്ഷിക്കും. മല്ലി, കൊത്തമ്പല്ലി എന്ന് പറയുന്ന മല്ലി. മല്ലിക്കൊരു പ്രത്യേകതയുണ്ട്. നടുക മുറിച്ചാലും അത് മുളക്കും. അപ്പോൾ അത് 4ആക്കി മുറിക്കും. ആര്? ബഹുമാനപ്പെട്ട ഉറുമ്പ്. അതൊരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ല. ആരാണ് അതിന് വിവരം കൊടുത്തത്? വളരെ ചിന്തിക്കണം. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ വളരെ ചിന്തിക്കണം. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? എന്താണ്? തവളക്കും കരിവണ്ടിനും 2 ഗുണം. രണ്ടിനും 2 ഗുണമാണ്, 2 പ്രത്യേകതയാണ്. വണ്ട് എന്ത് ചെയ്യും? വണ്ട് മധുവുള്ള പൂവിനെ കൃത്യമായി തിരിച്ചറിയും. എവിടുന്നത് വരുന്നത്? എവിടുന്നോ വരും. മധുവുള്ള പുഷ്പത്തിന്റെ അരികിൽ പറന്ന് വന്നിട്ട് ഇങ്ങനെ പുഷ്പത്തിന്റെ മേലിരിക്കും. അത്രയും വലിയ ഘ്രാണശക്തിയാണ് അതിൻ്റെ. ആരാണ് ഇത് കൊടുത്തത്? കൃത്യമായി വന്നിട്ട് പൂവിൽ നിന്ന് മധു നുകരും. എവിടുന്നാണ് ഇത് വരുന്നത്? തേനീച്ചയും കരിവണ്ടുമൊക്കെ എവിടുന്നാണ് വരുന്നത്? എത്രയോ കാലങ്ങൾ യാത്ര ചെയ്തിട്ടത് വരും. കൃത്യമായി മധുവുള്ള പൂവിനെ തേടി വരും. എല്ലാ പൂവിൽ നിന്നും അത് കുടിക്കുകയുമില്ല. ചില പൂവിലെ മധു മറ്റു ചില പൂവിലെ മധുവിനോട് ചേരൂല്ല.
അതുകൊണ്ട് എന്ത് ചെയ്യും? അത് അതിനെ വ്യക്തമായി തിരഞ്ഞെടുക്കും. തവളയുടേത് മറ്റൊരു രീതിയാണ്. തവളയുടെ മറ്റൊരു രീതിയാണ്. താമരയുടെ ചുവട്ടിൽ അതിരിക്കും. താമരയുടെ മധുവിനെ കുറിച്ച് അതിന് വിവരമൊന്നുമില്ല. പക്ഷേ അതിന് മേഘക്കൂട്ടങ്ങൾ പൊട്ടുന്നത് കണ്ടാൽ അതിന് സന്തോഷമാണ്. വേറൊരു ലോകം. മഴ വരുമ്പോൾ അത് തുള്ളിച്ചാടുകയും നൃത്തം ചവിട്ടുകയും ചെയ്യും. മഴ വരുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇതിനുണ്ടാവും. മഴ പെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ശബ്ദം തുടങ്ങും. അങ്ങനെ അതിന്റെ സാന്നിധ്യം അറിയും. ചിന്തിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖാതിലിൽ ലഫ്ദഇ വനഖീഖുഹാ തസ്ബീഹ്. തവളയെ കൊല്ലരുത് എന്ന് പുണ്യ റസൂൽ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ശബ്ദം അള്ളാഹുവിനെ വാഴ്ത്തുന്ന ശബ്ദമാണെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന് മഴ കാണുമ്പോ അത്ര വലിയ സന്തോഷം? ആരെ അതിന് കൊടുത്തത്? അതിലും മഴയിലാണ്. അത് അതിന്റെ ഇണയെ പ്രാപിക്കുന്നത് മഴയിലാവുന്നു. അതിന് മനോഹരമായ ഭംഗി കൈവരുന്നത് മഴ വർഷക്കാലത്താവുന്നു. അതിന്റെ പ്രജനനവും അതിന്റെ ഗർഭധാരണവും അതിന്റെ പ്രജനനവും എല്ലാം നടക്കുന്നത് മഴയിലാവുന്നു. ആരാണ് ഇവക്കെല്ലാം ഈ വിജ്ഞാനം നൽകിയിട്ടുള്ളത്? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളെ വീട്ടുമുറ്റത്ത് പഴുത്തു നിൽക്കുന്ന മാങ്ങ പഴുത്തോ എന്നുള്ള വിവരം നിങ്ങൾ അറിയുന്നില്ല. പക്ഷേ എവിടെ നിന്നോ ഏതോ തെക്കിലോ വടക്കിലോ താമസിക്കുന്ന ഏതോ 100 കിലോമീറ്ററുകൾക്ക് ദൂരെ താമസിക്കുന്ന സാധുവായ പക്ഷിയാ വിവരം അറിയുന്നു. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? لمن طيب الكلام وأطعم الطعام وأفشى السلام وصلى بالليل والناس نيام صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله صلاة الله سلام الله لا طه رسول الله صلاة الله سلام الله على ياسين حبيب الله. ചെറുപ്പക്കാരൊക്കെ സലാത്തുല്ലാഹ് സലാമുല്ലാഹ് ലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ആർക്കാണ് ഈ മണിമാളികകൾ? ആർക്കാണെന്ന് മുത്തുനബിയോട് ചോദിക്കവേ പുണ്യ റസൂൽ പറഞ്ഞു, 4 കാര്യം ആര് ചെയ്യുന്നു അവർക്കായിരിക്കും. ഏതാ 4 കാര്യം? ഒന്ന് ലിമൻ ത്വയ്യബൽ കലാം, സംസാരം മനോഹരമാക്കിയവൻ. ഒന്ന്, അവൻ നന്നായിട്ട് സംസാരിക്കണം. അങ്ങനെ നന്നായി സംസാരിക്കാൻ, ദീർഘമായി സംസാരിക്കാനല്ല, ആരോടവൻ സംസാരിക്കുമ്പോഴും അത് നല്ല വാക്കായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല വാക്യം പറയൂ, നല്ല വർത്താനം. ഇനി ഒന്നുമില്ലെങ്കിൽ അയാൾ അടുത്ത് പോയാൽ ഒരു പിരിവ് കിട്ടിയില്ലെങ്കിലും നല്ലൊരു വാക്ക് കിട്ടും. ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സദഖ. ചിലപ്പോൾ ഒരു സദഖയേക്കാൾ നല്ലത് ഒരു നല്ല വാക്കാണ്. നേരെയാണ് വർത്താനം. നേരെ മാത്രമേ ഖുർആനൊരു ലോകത്തോട് സംവദിച്ചിട്ടുള്ളൂ. ഒക്കെ നേരെയാണ്. ആർക്കാണ് നബിയെ? പുണ്യ നബിയോട് ചോദിച്ചു, ഇതാർക്കാണ് നബിയെ ഇത്ര മനോഹരമായ ഈ കൊട്ടാരം? അങ്ങനെ ഒരു കൊട്ടാരല്ല, ഒരുപാട് കൊട്ടാരങ്ങൾ, അതിർപ്പപ്പെട്ട കൊട്ടാരങ്ങൾ, അത്ഭുതപ്പെട്ട കൊട്ടാരങ്ങൾ, അങ്ങനെ ധാരാളമുണ്ട്. അതാർക്കാണ് നബിയെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ലിമൻ ത്വയ്യബൽ കലാം, മനോഹരമായ നല്ല വാക്ക് സംസാരിക്കുന്നവൻ. നല്ല വാക്കേ ആൾ പറയൂ. അയാൾ പറയുമ്പോൾ നല്ല വാക്കേ പറയും. ഒരു കുട്ടിയോട് പറഞ്ഞാലും വലിയ ആളോട് പറഞ്ഞാലും അയാൾ പറയുന്ന വാക്ക് എപ്പോഴും നല്ല വാക്കേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് നോക്കൂ, പിരിവൊക്കെ അതിനിടയ്ക്ക് പെട്ടെന്ന് നടക്കണം. അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കരുത്, ഇങ്ങോട്ട് തന്നെ നോക്കി.
ഒന്ന് 4 ഗുണമുള്ളവർക്ക് സ്വർഗത്തിൽ ഏറ്റവും വലിയ മാളിക കിട്ടുമെന്ന് പുണ്യ റസൂൽ. ഇതിൽ പൗരോഹിത്യല്ല, ഇതിലൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഇതിൽ ഭയങ്കര സംവിധാനമാണ് ഇസ്ലാം എന്ന ഭയങ്കര ഒരു സംവിധാനമാണ്. അതിലൊരു പൗരോഹിത്യല്ല, അത് താഴെ മേലെ അങ്ങനൊന്നുമില്ല. എല്ലാരും മേലെ, എന്നാ എല്ലാരും താഴെയാണ്. എല്ലാരും അള്ളാഹുവിന്റെ താഴെയാണ്, അള്ളാഹുവിന്റെ അടിമകളാണ് എല്ലാവരും. മുഹമ്മദ് പോലും അടിമയല്ലേ, ദാസനല്ലേ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, രാത്രിയല്ലോ ലക്ഷോപലക്ഷം കാടങ്ങളകലെ മിഅ്റാജ് എന്ന ആകാശയാത്രക്ക് തന്റെ ദാസനെ കൊണ്ടുപോയവൻ എത്ര പരിശുദ്ധനല്ലോ. ഇസ്രാഇനും പിന്നെ മിഅ്റാജും. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദി, യാത്രക്ക് കൊണ്ടുപോയി പുണ്യ റസൂലിനെ. എന്നിട്ട് എന്നെ പരിചയപ്പെടുത്തിയ ദാസൻ മുഹമ്മദും ദാസനാണ് സല്ലല്ലാഹു. ഉറക്കെ പറ, ദാസനാണ് മുഹമ്മദും ദാസനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന മനുഷ്യനും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, ഒരു വിവരവും പറയാൻ പറഞ്ഞിട്ടില്ല. സ്വയം പറയാൻ മുഹമ്മദിനും കഴിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ചോദ്യം ചോദിച്ചു, നാളെ പറഞ്ഞുതരാം. പിന്നെ ആ മനുഷ്യൻ തോറ്റ്. ഖുറൈശികൾ പോയി 3 ചോദ്യം ഈ മനുഷ്യനോട് ചോദിച്ചു, നാളെ പറഞ്ഞു തരാമെന്ന മറുപടിയും പറഞ്ഞു. പിറ്റേന്നായപ്പോൾ അള്ളാഹുവിന്റെ സന്ദേശവാഹകൻ വന്നില്ല, മുഹമ്മദ് എന്ന മനുഷ്യൻ തോറ്റുപോയി. തോറ്റു. പിന്നെയും തോറ്റു, പിന്നെയും തോറ്റു. 1 ദിവസമല്ല, 2 ദിവസമല്ല, 10 ദിവസമല്ല, ഒരഭിപ്രായം 25 ദിവസം, ഒരഭിപ്രായം 40 ദിവസം. സന്ദേശവാഹകൻ വന്നേയില്ല. വന്നപ്പോൾ പറഞ്ഞല്ലോ, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അയശാ അല്ലാഹ്. മേലാൽ ഇൻഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചാൽ എന്ന് പറയാതെ ഒരു വാക്കും നിങ്ങൾ പറഞ്ഞു പോകരുതേ. നിങ്ങൾക്കൊരു കഴിവും ഇല്ല, ആകാശത്ത് നിന്ന് ഒരു ജ്ഞാനത്തെ തോട്ടിയിട്ട് വലിക്കാൻ മുഹമ്മദ് എന്ന മനുഷ്യന് പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ ഒരു പൗരോഹിത്യവും ഇല്ല, വളച്ചിട്ടില്ല, ഒന്നുമില്ല, ഒക്കെ നേരെയാണ്. നോക്കൂ. അപ്പോ അധികാരം ഒരാളെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അവനാരാ? അല്ലാഹ്. ഒരൊറ്റ ആളേ ഉള്ളൂ. അതാരാ? ഒന്ന് ഉറക്കെ പറഞ്ഞേക്ക്, അതാരാ? അല്ലാഹ്. ചിന്തിക്ക്. 4 കാര്യങ്ങളുള്ളവർക്ക് സ്വർഗത്തിലെ ഏറ്റവും വലിയ മാളിക ലഭിക്കുമല്ലോ. ഒന്നാമത്തെ ഗുണം, പറയുമ്പോ നല്ല വാക്കുകൊണ്ട് സംസാരിക്കും. 2 താൻ അധ്വാനിച്ചുണ്ടാക്കിയ ധനത്തിൽ നിന്ന് പാവപ്പെട്ടവരെയും ഊട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവന്റെ ഒരു ഭക്ഷണം എല്ലാരും വയറ്റിലും എത്തും. ഇല്ലാത്തവർക്ക് അവൻ കൊടുക്കും. അവന് കിട്ടിയത് അവൻ മാത്രം അങ്ങനെ തിന്നൂല. അവന് കിട്ടിയത് കൊണ്ട് മറ്റുള്ളവരെയും ഊട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 2 സ്വർഗത്തിലെ ഏറ്റവും വലിയ മാളിക ആർക്കാണ്? ഇതാണ് ആളെ പേര്. ആർക്കും ആവാം. ലിമൻ, ഏതൊരാൾക്കും. ഞാലിന്റെ കമ്മിറ്റി പ്രസിഡന്റ്, അങ്ങനെയൊന്നുമില്ല. ലിമൻ, ഏതൊരാൾക്കും. 4 ഗുണം വേണം. 1, നല്ല വാക്ക് പറയാം. പിന്നെ താൻ അധ്വാനിച്ചുണ്ടാക്കിയതുകൊണ്ട് മറ്റുള്ളവർക്കും കൊടുക്കുക. പിന്നെയോ സലാമിനെ പരത്തുക. അസ്സലാമു അലൈക്കും. ആരോടും മിണ്ടാതെ നടക്കണില്ല, എല്ലാരോടും കണ്ടാ പറയും സലാമു അലൈക്കും, സലാമു അലൈക്കും. അപ്പൊ ആരോടും അയാൾ പിണങ്ങിയിട്ടില്ല, ആരോടും തെറ്റിട്ടില്ല. ആരോടും എന്ത് പറയും? സലാമു അലൈക്കും. 3ാമത്തെ ഗുണം, ആരോടും പിണങ്ങിയിട്ടില്ല, ആരോടും തെറ്റിട്ടില്ല. എന്താണ്? എല്ലാരും നല്ല വാക്ക് പറയും. പുണ്യ റസൂൽ അങ്ങനെയാ പഠിപ്പിച്ചത്. അങ്ങനെയാണ്. ചൂടക്കുട്ടിയുടെ വീട്ടിലേക്ക്, ചൂടക്കുട്ടിക്ക് രോഗമാണെന്നറിയവേ വീട്ടിലേക്ക് കയറിച്ചെന്നു ആ മനുഷ്യൻ മുഹമ്മദ്. എന്തൊരു ആ കുട്ടിയുടെ കിടപ്പ് കണ്ട് കുട്ടിയെ സാന്ത്വനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോ അച്ഛൻ ചൂരൻ നിന്ന് കരഞ്ഞു.
പിന്നെ അച്ഛൻ ചൂടൻ എന്ത് പറഞ്ഞു? ഒരു സമ്മാനം തരാം. അബുൽ ഖാസിം, നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തരാം. എന്താ സമ്മാനം? എന്റെ ഈ പിഞ്ചു പൈതലിനെ നിങ്ങൾക്ക് തരാം. ഇതാ ഞാനിവനെ മുസ്ലിമാ. ആര് പറഞ്ഞു? അച്ഛൻ ചൂടൻ. അതാണ് മുഹമ്മദ്, അതാണ് മുഹമ്മദ്, അതാണ് മുഹമ്മദ്, അതാണ് മുഹമ്മദ്. മുഹമ്മദ് മുഹമ്മദ് ആരോടും നിർബന്ധിച്ചിട്ടില്ല. മുഹമ്മദ് എന്ന മനുഷ്യൻ ഉപേക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് ഒരു ഐതിഹ്യമല്ല, മുഹമ്മദ് ഒരു സത്യമാണ്, മുഹമ്മദ് ഒരു ചരിത്രം. ആ കണ്ടടിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം. നിരീശ്വരത്വത്തിലടിഞ്ഞു വീണു നിരസ്ത വിശ്വാസറേബിയക്കാർ. വള്ളത്തോളിന്റെ കവിതയാണ്. കുറുമ്പുമാറാത്ത ഖുറൈശി വര്യർ കോടിക്കൊടുത്തേൻ പലവട്ടവും താൻ. നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലാഹു സർവശക്തനേകൻ. ഇവർക്കിരുട്ട് പ്രിയമിത്രം മൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നമിനുങ്ങിൻ ചെറുടാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിതേടും. ഇതൊക്കെയാവാം നിനവായിരത്തി 300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കായിലെ കൈ വഴിയൊന്നിലൂടെ നടന്നു പോവും നബി തൻ മനസ്സിൽ. ഇതാണ് മുഹമ്മദ്. മുഹമ്മദ് ഒരു സത്യമാണ്. മുഹമ്മദ് ഒരു ഐതിഹ്യമല്ല. മുഹമ്മദ് എന്നത് ഒരു മിത്തല്ല. മുഹമ്മദ് എന്നത് ഒരു മിത്തോളജിയിലെ നായകനല്ല. മുഹമ്മദ് ഒരു സത്യമാണ്. മുഹമ്മദ് ഒരു ചരിത്രമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിനെ മനസ്സിലാക്കാതിരിക്കാൻ ലോകത്തിന് കഴിയില്ല. സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന മനുഷ്യന്റെ അനുയായികളാണ് യൂറോപ്പിന് വെളിച്ചം നൽകിയത്. ആ മനുഷ്യന്റെ അനുയായികളായിരുന്നു. മദീനയിൽ നിന്നൊഴുകി വന്നവർ, മദീനയുടെ നഗര കവാടം കടന്നു വന്നവരുടെ മനസ്സ് നിറയെ തീപ്പണ്ടവും തീജ്വാലയും ജ്വലിക്കുന്നതിനേക്കാൾ ജ്വലിക്കുന്ന വിജ്ഞാനങ്ങൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് നൽകിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവർ ഈജിപ്തിൽ വന്നു, പിന്നെ അവർ സിനായ് മരുഭൂമിയിൽ വന്നു, പിന്നെ അവർ ലിബിയയിൽ വന്നു, പിന്നെ അവർ സുഡാനിൽ വന്നു, പിന്നെ അവർ മൊറോക്കോയിൽ വന്നു, പിന്നെ അവർ തഞ്ചാമുനമ്പിൽ വന്നു, പിന്നെ അവർ നേരെ കിട്ടിയ പായ്ക്കപ്പലിൽ ജിബ്രാൾട്ടറിലേക്ക് കടന്നുപോയി. ജിബ്രാൾട്ടറിലെത്തിയപ്പോൾ വെളിച്ചവും കൊണ്ടുവന്ന ആള് അനുയായികളോട് പറഞ്ഞു, അഹരിഖു സുഫനാ, ഇനി കപ്പലുകൾ കത്തിച്ചു കളഞ്ഞേക്കൂ. മഹാനായ ത്വാരിഖ് ബിൻ സിയാദ്, പറ ത്വാരിഖ് ബിൻ സിയാദ്, ത്വാരിഖ് ബിൻ സിയാദ് ജിബ്രാൾട്ടറിൽ ഇറങ്ങിയപ്പോൾ അനുയായികളോട് ത്വാരിഖ് പറഞ്ഞു, അഹരിഖു, ഇനി കപ്പലുകൾ കത്തിച്ചു കളഞ്ഞേക്കൂ, ഇനി നമുക്ക് കപ്പലിന്റെ ആവശ്യമില്ല. അപ്പോൾ അനുയായികൾ ചോദിച്ചു, കപ്പൽ കത്തിച്ചു കളയേ? കൈഫ നർജു? നിങ്ങൾ വിചാരിക്കുന്ന വലിയ കപ്പലല്ല, ചെറിയ കളി നൗകകൾ, പായക്കപ്പലുകൾ. അതിലാണ് അവർ ജിബ്രാൾട്ടറിന് വിട്ടുകിടന്നത്. ഒരു ഭാഗത്ത് മെഡിറ്ററേനിയനും ഒരു ഭാഗത്ത് അറ്റ്ലാന്റിക്കും. അറ്റ്ലാന്റിക്കിന്റെയും മെഡിറ്ററേനിയന്റെയും നടുവിലൂടെ ആർത്തിരുന്ന തിരമ്പുന്ന തിലമാലകൾക്ക് നടുവിലൂടെ അതിനെ കീറി മുറിച്ച് ജിബ്രാൾട്ടറില അവരെ എത്തിച്ചത് അല്ലാഹു അല്ലോ. ജിബ്രാൾട്ടറിലെത്തിയപ്പോൾ ത്വാരിഖ് അനുയായികളോട് പറഞ്ഞു, അഹരിഖു, ഇനി കത്തിച്ചു കളഞ്ഞേക്കൂ, ഇനി കപ്പല് വേണ്ട. അപ്പോൾ പറഞ്ഞു, കപ്പല് വേണ്ടേ? കപ്പൽ കത്തിച്ചു കളഞ്ഞാൽ പിന്നെ എങ്ങനെ മദീനയിലേക്ക് മടങ്ങും? അപ്പോൾ നേതാവ് ത്വാരിഖ് പറഞ്ഞു, ത്വാരിഖിന്റെ ഹൃദയം മുഴുവനും ജ്വലിക്കുന്ന വിജ്ഞാനമാണ്. എവിടുന്നാണ് വിജ്ഞാനം കിട്ടിയത്? മിനൽ ഖുർആൻ. എവിടുന്നായിരുന്നു അത്? ഖുർആനായാതു ഹഖ്ഖിൻ മിന റഹ്മാനി മുഹദ്ദസാതുൻ ഖദീമതുൻ സിഫാതുൽ മൗസൂഫി ബിൽ ഖിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പണ്ഡിതന്മാർ
ദയവായി ഊഹാപോഹങ്ങൾ സംസാരിക്കുന്നത് നിർത്തിയിട്ട് യാഥാർത്ഥ്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒന്നും വിചാരിക്കരുത്, നമുക്കാരോടും ദേഷ്യം ഉണ്ടായിട്ടല്ല. നിങ്ങൾ എന്ത് ദേഷ്യപ്പെട്ടാലും ഞാൻ തിരിച്ച് ദേഷ്യപ്പെടുന്നില്ല, ഒരു പ്രശ്നമില്ല. എനിക്ക് നിങ്ങളോടൊക്കെ സാധാപയുള്ളൂ. ഊഹാപോഹത്തിന്റെ പിന്നാലെ പോകരുത്. യാഥാർത്ഥ്യം മലർക്ക തുറന്നു കിടക്കുമ്പോൾ എന്തിനാണ് ഊഹത്തിന്റെ പിന്നാലെ പോകുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഇത്ര വലിയൊരു വേദഗ്രന്ഥമില്ലേ? നിങ്ങൾ ചിന്തിക്കും. ജിബ്രാൾട്ടറിൽ ഈ കപ്പലുകൾ കത്തിച്ചു കളയൂന്ന് നേതാവ് പറഞ്ഞപ്പോൾ അനുയായി ചോദിച്ചു, എങ്ങനെ കത്തിച്ചു കളഞ്ഞ? എങ്ങനെ? നമ്മൾ മദീനയിലേക്ക് മടങ്ങി. അപ്പോൾ പറഞ്ഞു, മദീനയിലേക്ക് മടങ്ങുകയോ നർജിഉ ഇലല്ലാഹ്. ഇനി മദീനയിലേക്ക് മടക്കല്ല, ഇനി മടക്കം അല്ലാഹുവിലേക്കാണ്. ഇനി മടക്കല്ല, ചലത്തെ ഇനി പോകുകയുള്ളൂ, മടങ്ങണില്ല, പോവണം എന്ന് താരിഖ് പറഞ്ഞു റളിയല്ലാഹു അൻഹു. ആ താരിഖിന്റെ പേരാണ് പിന്നീട് ജിബ്രാൾട്ടറിന് കിട്ടിയത്. സത്യത്തിൽ ജിബ്രാൾട്ടറിന്റെ പേര് ജിബ്രാൾട്ടർ അല്ല, ജിബ്രാൾട്ടറിന് പിന്നീട് ആ പേര് വന്നതാണ്, ജബൽ താരിഖാണ്. മഹാനായ സയ്യിദ്ന താരിഖ് കപ്പലിറങ്ങിയപ്പോൾ കപ്പൽ കത്തിച്ചു കളയാൻ വേണ്ടി അനുയായികളോട് പറഞ്ഞ മഹാനായ താരിഖിന്റെ പേരിൽ പിന്നെ തുറമുഖത്തിന് പേരിട്ടു. അതാണ് ജിബ്രാൾട്ടർ, കടലൊടുക്ക്. ജിബ്രാൾട്ടർ എന്നാൽ ജബൽ താരിഖ് എന്നാണ് അതിന്റെ അർത്ഥം. ജബൽ താരിഖ് എന്ന യൂറോപ്പിന്റെ നഗര കവാടം ജബൽ താരിഖാണ്, ഈ ജിബ്രാൾട്ടറാണ്. അപ്പോൾ ഈ മരുപ്പറമ്പിലെ ഈ വെളിമ്പറമ്പിലൂടെ ഓടി നടന്ന അടിമേച്ച് നടന്ന മനുഷ്യനിൽ നിന്നല്ലാതെ ഇവിടുന്നാണ് യൂറോപ്പിന് വെളിച്ചം കിട്ടിയത്. മുഹമ്മദ് ഒരു മിത്തല്ല, മുഹമ്മദ് ഒരു നോവലിലെ നായകനല്ല, മുഹമ്മദ് ഒരു സത്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നിങ്ങളൊക്കെ മനസ്സ് തുറന്ന് ഇത് ചിന്തിക്കണം. ഇവിടുന്നാണ് ഈ ഗ്രന്ഥത്തിൽ നിന്നല്ലാതെ ആർക്കാണ് വെളിച്ചം കിട്ടിയത്? നേരാണ്, വിളിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇതിൽ പൗരോഹിത്യമില്ല, ഇതിൽ പൗരോഹിത്യമില്ല, ഒന്നുമില്ല. മക്ക പിടിച്ചടക്കി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക പിടിച്ചടക്കി മുഹമ്മദ്, മക്ക പിടിച്ചടക്കി. അല്ല, മക്ക മുഹമ്മദ് എന്ന മനുഷ്യന് വഴിപ്പെട്ടു. സ്വന്തം പിതാവിന്റെ പുനർനിർമ്മിച്ച വീടാണ് കഅബാലയം. ആ കഅബാലയത്തിൽ തിരിച്ചെത്തി പുണ്യ റസൂൽ. കഅബാലയത്തിലെ അസത്യത്തിന്റെ നിറക്കൂട്ടങ്ങളെയും കഅബാലയത്തിന്റെ ബിംബങ്ങളെയും എല്ലാത്തിനെയും എടുത്ത് കഅബാലയത്തെ ശുദ്ധീകരിക്കാനും ഏകനായ രക്ഷിതാവിന് വേണ്ടി ഒരുക്കി വെക്കാനും അധ്വാനിച്ചല്ലോ സ്വഹാബികൾ എല്ലാവരും. അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കണം. ലോക ചരിത്രത്തിൽ ഇബ്രാഹിമിന് ശേഷം ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ സംഭവം ആ സംഭവമാണ്. മനസ്സിലായില്ല? നബിയുല്ലാഹി ഇബ്രാഹിം, നബിയുല്ലാഹി ഇബ്രാഹിം ഹജ്ജിന് ബാങ്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഏറ്റവും വലിയൊരു ബാങ്ക് നടന്നത് കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുത്തു എന്ന് മക്ക ഫതഹിന്റെ ദിവസം. ഇനി ഇവിടെ തിന്മയില്ല, ഇനി ഇവിടെ അക്രമമില്ല, ഇനി ഇവിടെ അരാജകത്വമില്ല, ഇനി ഇവിടെ ശിർക്കില്ല, ഇനി ഇവിടെ കണ്ടരില്ല ഈശ്വരത്വം സ്ഥാപിക്കുന്ന വേലയും ഇനിയില്ല, ഇനി ഒന്നുമില്ല. ഇനി അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതല്ലാത്ത ഒരു സ്വരവും സത്യത്തിന് വിരുദ്ധമായ ഒന്നും ഇനി മക്കയിലില്ലാണ്ട് വിളിച്ചു പറയണം. അതാണ് ലോക ചരിത്രം കണ്ട ലോക ചരിത്രത്തിലെ ഏറ്റവും സ്തോഭജന്യമായ ഒരു സന്ദർഭമല്ലോ അത്. പങ്കുകൊടുക്കണം കഅബാലയത്തിന് മുകളിൽ. എല്ലാവർക്കും ആവേശമുണ്ട്. എന്നെ ക്ഷണിച്ചെങ്കിൽ. കാരണം കഅബാലയത്തിന്റെ മുകളിൽ കയറി പങ്കുകൊടുക്കണം. 10,000 ജനങ്ങളുണ്ട് അവിടെ. മുഹമ്മദ് എന്ന മനുഷ്യന്റെ കൂടെ സല്ലല്ലാഹു ഉറക്കെ പറ
നിങ്ങൾക്കൊരു സ്വലാത്ത് ചൊല്ലിക്കൂടെ? ആരാണ് ആ മനുഷ്യൻ? മുഹമ്മദ്. നിങ്ങൾക്ക് ആരങ്ങ അറിയോ? അതൊക്കെ ഭയങ്കര തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവർക്കും ആവേശം. എന്നെ വിളിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും കൊടിയുണ്ട്. സുദ്ദീഖുനും ഉമറിനും എല്ലാവർക്കും കൊടിയാണ്. കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കുക. അതിന് താൻ തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിൽ ആരാണ് കൊതിക്കാതിരിക്കുക? അപ്പോൾ പുണ്യ റസൂൽ പറഞ്ഞു, ഐന ബിലാൽ? എവിടെ ബിലാൽ? അബിസീനിയക്കാരൻ, കാഫിരിയായ അടിമയായിരുന്ന മനുഷ്യൻ. ഇന്ന് അദ്ദേഹം അടിമയല്ല. ഇന്ന് മുഹമ്മദ് നബിയുടെ അടുത്ത കൂട്ടുകാരനാണ് സയ്യിദ്ന ബിലാൽ. നീണ്ട മുഖം, കരിവാളിച്ച അടയാളം മുഖത്ത്, യജമാനനായ ദ്രോഹി പാറക്കല്ല് ഉരുട്ടിയിട്ടതിന്റെ വെയിലേറ്റതിന്റെയും പാറക്കല്ലിന്റെയും നഖചിത്രങ്ങൾ മുഖത്തും വിരിമാറിലും. കണ്ടാൽ തന്നെ ചുണ്ടിങ്ങനെ തടിച്ചു അലച്ചിങ്ങനെ തൂങ്ങിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ കണ്ടാൽ തന്നെ ഒരു അറപ്പ് തോന്നും. അബസീനിയക്കാരൻ കാപ്പിരി ബിലാൽ. സയ്യിദ്ന ബിലാൽ. ബിലാലെ, അദ്ദിൻ അലാ ബൈത്തില്ല, കഅബാലയത്തിന്റെ മുകളിൽ ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് പുണ്യ റസൂൽ കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറി സയ്യിദ്ന ബിലാൽ. എന്നിട്ട് ഇങ്ങനെ ചെവി പൊട്ടിപ്പിടിച്ചിട്ട് വിശ്വവിമോചകന്റെ കൽപ്പന പ്രകാരം വിശ്വേത്തരമായ വചനം പറയുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ദിക്കുകൾ, ദിബന്ധങ്ങൾ, ജബൽ അബീ ഖുബൈസിന്റെ പർവ്വത മുനമ്പുകളും പ്രതിധ്വനിച്ച് അതിങ്ങനെ പ്രകമ്പനം കൊണ്ട് ആ മക്കയുടെ ആ 4 വിശാലമായ വെളിപ്രദേശങ്ങളിലും മക്കയിലെ ഉയർന്നിരിക്കുന്ന പാറക്കെട്ടുകളിലും സയ്യിദ്ന ബിലാലിന്റെ ബാങ്കുലികൾ മുഴങ്ങി. അപ്പോൾ ആരോരാൾ ഇടയെന്ന് പറഞ്ഞു പോയി, ഇബ്നു സൗദാ യുഅദ്ദിനു അലാ ബൈത്തില്ല. ഈ കറുത്തവളുടെ മകനാണോ ഈ ഭാഗ്യം ലഭിച്ചത്? മനസ്സിലായോ? 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 ആരോ ഇടക്ക് പറഞ്ഞു, ഈ അസുലഭമായ ഭാഗ്യം ലഭിച്ചത് ഈ കറുത്തവന്റെ മകനാണോ? ഉടനെ ഫനസല റൂഹുൽ അമീൻ, മലക്ക് ജിബ്രായിൽ, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. അപ്പോഴാണ് ആയത്തിറങ്ങിയത്. അതാണ് ഇസ്ലാം. അതിൽ വർണ്ണ വിവേചനമില്ല, ചെറുക്കൻ വലിയവൻ വ്യത്യാസമില്ല. സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ജനങ്ങളെ ഇനി നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. ഈ രാവിനെ പഠിച്ച അല്ലാഹു സാക്ഷിയാ, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല, ഇസ്ലാമിൽ ഒരിക്കലും വർണ്ണവെറിയില്ല, ഇസ്ലാമിൽ വലിയവനും ചെറിയവനും വ്യത്യാസമില്ല. ഒന്നുമില്ല. ആരോ പറഞ്ഞു പോയി ഇബ്നു സൗദാ യുഅറിനു അലാ ബൈത്തില്ലാഹ്. കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് കറുത്തവളുടെ മകനാണോ? ഉടനെ ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. മനുഷ്യരെ, നിങ്ങളെ ഒരൊറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ഞാൻ പടച്ചിട്ടുള്ളത്. വിവിധ വർണ്ണങ്ങളും വിവിധ ഗോത്രങ്ങളുമാക്കിയത് നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാവും. നിങ്ങൾക്ക് ഒരാൾക്കും മറ്റൊരാളെക്കാൾ ഒരു വ്യത്യാസവും ഭക്തിയുടെ പേരിലല്ലാതെ വ്യത്യാസമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. വളച്ചു കെട്ടില്ലാത്ത ഗ്രന്ഥാണ്. രാവിലെ എണീറ്റിട്ട് ഒരിക്കൽ ഓടി വന്നു, ബിലാലെ ബിലാലെ അത്ഭുതം കേൾക്കണോ നിങ്ങൾക്ക്? എന്തിനു ബി? ആരാ വന്ന് പറയുന്നത്? പുണ്യ റസൂൽ.
ഉറക്കപ്പറ പുണ്യ റസൂൽ പുണ്യ റസൂൽ പുണ്യ റസൂൽ പുണ്യ റസൂൽ അജബന അജബ അജബന അജബ അത്ഭുതം അത്ഭുതം ബിലാലെ അത്ഭുതം അത്ഭുതമാണ്. ഇന്നലെ രാത്രി അള്ളാഹു എനിക്ക് സ്വപ്നം കാണിച്ചു. അള്ളാഹു എനിക്ക് സ്വർഗത്തിന്റെ സ്വപ്നം കാണിച്ചിരിക്കുന്നു. സബഖ്തനി ഫിൽ ജന്ന, സ്വർഗത്തിന്റെ സ്വപ്നം കണ്ടപ്പോൾ നിങ്ങൾ എന്റെ മുന്നിൽ നടക്കുകയല്ലോ. സ്വർഗത്തിന് അള്ളാഹു എനിക്ക് ഇന്നലെ കാണിച്ചു. നിങ്ങൾ എന്റെ മുന്നില, ഞാൻ ബാക്കിൽ. ഇസ്ലാം നിങ്ങൾ എന്താ അതിന് മാത്രം ചെയ്യുന്നത്? ആരോടാ ചോദിക്കണത്? നിങ്ങൾ എന്റെ മുന്നിലാണ്. ആരോടാ പറയണത്? മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദ്. ഇതാണ് ഇസ്ലാം മതം. ഈ ഇസ്ലാം മതത്തിന് വഴിപ്പെട്ടുകൂടെ? ഇത് സത്യമല്ലേ? ഇത് നേരല്ലേ? ഇതിൽ അഭിമാനിച്ചൂടെ? അത് പറയും കുട്ടികളെ. അതിനെക്കുറിച്ച് ചിന്തിക്കും. വേറൊക്കെ മാറ്റിച്ചിട്ട് നേരിന്റെ പിന്നാലെ പോയി. ഇത് നിങ്ങൾക്ക് വേണ്ടേ? ഈ മതത്തിൽ നിങ്ങൾക്ക് അഭിമാനിച്ചൂടെ? പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടല്ലേ ഈ ലോകം മുഴുവനും ഇതിനെ സ്വീകരിച്ചത്. ലോകം മുഴുവൻ ഇത് സ്വീകരിച്ചു. എന്താ പറഞ്ഞത്? രാവിലെ കിടപ്പ് മുറിയിൽ നിന്ന് എണീറ്റ് ഓടി വന്നുവല്ലോ, പള്ളിയുടെ ഉള്ളിൽ ഓടി വന്ന് സ്വന്തം കൂട്ടുകാരൻ ബിലാലിനെ പിടിച്ചു പറഞ്ഞു, നിങ്ങൾ മുസ്ലിമായിട്ട് ഇത്ര വലിയ ചെയ്യുന്ന കർമ്മങ്ങൾ, സുഹൃതങ്ങൾ എന്താണ്? സബഖ്തനി ഫിൽ ജന്ന, ഇന്നലെ രാത്രി അല്ലാഹു കാണിച്ചുവല്ലോ, നിങ്ങൾ എന്റെ മുന്നിലോടുകയാണ്. സമിഅതു ദഫന അലൈക്, നിങ്ങൾ മുന്നിലോടുകയാ. നിങ്ങളെ ചെരുപ്പിന്റെ ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അത്ര മുന്നിലാണ്. ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? മുഹമ്മദ് 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 എന്ന മനുഷ്യൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? കപ്പശീരിയക്കാരൻ, കാപ്പിരിയായ അടിമയോട്. ആ കറുത്തവന്, അവന്റെ കറുത്തവനായതിന്റെ പേരിൽ അവന് നീതി നിഷേധിച്ചിട്ടാണ്. അതിന്റെ ചരിത്രം കേട്ടാണ് എന്റെ കുട്ടിക്കാലം വളർന്നുണ്ടായത്. എന്റെ കുട്ടിക്കാലത്ത് പ്രിട്ടോറിയ ഭരണകൂടം കറുത്തവർക്കെതിരെ നടപ്പിലാക്കുന്ന നിഷ്ഠൂരമായ കഥകൾ കേട്ടാണ് ഞാൻ വളരുന്നത്. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ജനിച്ചു വളർന്ന സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നെൽസൺ മണ്ടേല ജയിലില്ല. എന്താ പ്രശ്നം? ജയിലിലാൻ കാരണം കറുത്തുപോയി. മനസ്സിലാവുണ്ടോ? ആ കറുത്തവരുടെ അതിനേക്കാൾ കറുത്ത ഒരാളെ മുന്നിൽ വെച്ചിട്ടാണ് മുഹമ്മദ് എന്ന മനുഷ്യൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വർഗം അല്ലാഹു കാണിച്ചെന്നപ്പോൾ നിങ്ങൾ എന്റെ മുന്നിലാ. എന്താ നിങ്ങൾ വലിയ ആളാണല്ലോ, നിങ്ങൾ എന്റെ മുന്നിലല്ലേ? എനിക്ക് കാണാൻ പോലും കിട്ടുന്നില്ല. നിങ്ങളെ ചെരുപ്പിന്റെ ശബ്ദം കേൾക്കണുള്ളൂ ഞാൻ. അത് പറഞ്ഞു മുഹമ്മദും. വെളുവെളുത്ത് വെളുവെളുത്ത് ചുങ്കനായ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, സൗന്ദര്യത്തിന്റെ നേർരൂപമായ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. എന്റെ കുട്ടിക്കാലത്ത് അതായിരുന്നു വാർത്തകളൊക്കെ. ബെഞ്ചമിൻ മൊളോയിസ് എന്നൊരു കവി ഉണ്ടായിരുന്നു. ആ കവിയെ തല കീഴായ തൂക്കിയിട്ടാണ് പ്രിട്ടോറിയ ഭരണകൂടം തൂക്കിയിട്ട് ദിവസങ്ങളും തൂക്കിയിട്ട് കൊന്നുപോയി. ബെഞ്ചമിൻ മൊളോയിസ് കറുത്തുപോയി എന്നതിന്റെ പേര്. ഇതൊക്കെ ഇന്നലത്തെ കഥയാ. ഇന്നലെ അതിന് വ്യത്യാസമുണ്ടായത് 989 ഞാൻ കണ്ട കഥകളാണ്. നമ്മളൊക്കെ കണ്ട കഥകളാണ്. നിങ്ങൾ ചിന്തിക്കുകയും മനുഷ്യന്റെ കുപ്പായം മാറി, മനുഷ്യന്റെ ഭാഷ മാറി. പക്ഷേ ഹൃദയം ഇപ്പോഴും ഇരുട്ടിൽ കിടക്കുകയാണ്. എന്നാൽ വെളിച്ചത്തിന്റെ ഏറ്റവും വെളിച്ചത്തിലേക്ക് വെളിയാളം വന്നിരിക്കുന്നു. ജബൽ നബി ഖുവൈസിന്റെ മുകളിൽ നിന്ന് വെളിച്ചത്തിന്റെ വെളിയാളം വന്നിരിക്കുന്നു. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഇത് വെളിച്ചമാണ്, ഇത് വിജ്ഞാനമാണ്. ഇത് വെളിച്ചമാണ്, ഇത് വിജ്ഞാനമാണ്, ഇത് വെളിച്ചമാണ്. ഇതിനാണ് വെളിച്ചം എന്ന് പറയുക. ഈ വെളിച്ചമാണ്
മനുഷ്യനെ മനുഷ്യനാക്കുന്ന വെളിച്ചമാണിത്. ഇത് സത്യമാണ്, ഇത് നേരാണ്. ഒരാളോടും ശത്രുത കെട്ടാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ല. ഇത് വെളിച്ചമാണ്. എന്റെ ഒരു അയൽവാസി ഉണ്ട്, ഫിലിപ്പ് എന്നൊരു അയൽവാസി ഉണ്ട്. എനിക്ക് 10 വീട് അകലെയാ, പക്ഷെ ഭയങ്കര സ്നേഹ. എന്നെ കുഞ്ഞാപ്പാന്ന് വിളിക്കാം. എന്ത് ഫിലിപ്പിന് എന്നെ കുഞ്ഞാപ്പാന്ന് വിളിക്കാൻ കാരണം എന്താ അതിന് കാരണം? ഞാൻ ഖുർആൻ ഓതി നടക്കുന്ന ആളല്ലേ. എന്റെ ഇരിക്കും അതിൽ ഒരു കാരണമുണ്ട്. എന്താ കാരണം? അതിന് കാരണമുണ്ട്. കാരണം ഖുർആന്റെ സ്നേഹം അവനും കിട്ടിയിട്ടുണ്ട്. അതന്നെ കാരണം. നമുക്ക് ബോധം തരട്ടെ, ചിന്തിക്കുക. ഞാൻ എന്റെ വെറുതെ പറയുകയല്ല, ഞാൻ സത്യം പറയാണ്. എന്റെ നാട്ടിലെ ഒരു ക്രിസ്ത്യാനിയും ഒരു ഹിന്ദുവും എന്നെ തള്ളി പറയൂല. അങ്ങനെ പറയുന്ന പ്രശ്നം ഉണ്ടാവില്ല. മൂത്തേടുത്ത് വന്നിട്ട് ഒരു ഹിന്ദുവിനെ കൊണ്ടോ ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടോ കാസിമിയെ കുറിച്ചൊരു ചെറിയ മോശപ്പെട്ട അഭിപ്രായം ഒരാൾക്ക് പറയിപ്പിക്കാൻ കഴിയേയില്ല. അതൊക്കെ ഖുർആൻ അഭിമാനമാണ്. അള്ളാഹു വിളിച്ച നമുക്ക് തരട്ടെ. സത്യമാണ്. 1.5 കൊല്ലം മുമ്പ് എന്തോ ഒരു ആരോ മെസ്സേജ് ചെയ്ത്, നമ്മളെ അങ്ങനെയൊക്കെയാണല്ലോ ഇന്നത്തെ കാലഘട്ടം. കാസിമിക്ക് ആക്സിഡന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞ മെസ്സേജ് ചെയ്തു ചില ആരോ വികൃതികൾ. അതിന്റെ പിന്നാലെ നമ്മൾ പോയില്ല. അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചു വിട്ടു. അള്ളാഹു നമ്മളെയൊക്കെ കാക്കട്ടെ. ചിന്തിക്കണം, ഇതിൽ ചിന്തിക്കാണ്ട്. എല്ലായിടത്തും ഭയങ്കര പ്രശ്നമായി. പലരും എന്നെ വിളിച്ചു, അങ്ങനെ വിളിച്ചു, പ്രശ്നമായി. പിന്നെ അതങ്ങോട്ട് തുടങ്ങി. വീട്ടിലും വിളിച്ചു. എല്ലാവരും ആദ്യമായി ഞാൻ നേരിട്ട് പ്രസംഗിക്കുന്ന ശബ്ദം പിന്നെ അവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. ഞാൻ തന്നെ ഫോൺ ചെയ്തു. അങ്ങനെയൊക്കെ സമാധാനം. പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടിലെത്തുന്നത്. എൻ്റെ 4 വീട് അപ്പുറം ഒരു ശങ്കരൻ എന്നൊരു സാധു ഉണ്ട്. അയാള് കല്യാണം കഴിച്ചു വന്നത്. യശോദ എന്നൊരു അമ്മയുണ്ട്. എൻ്റെ ഉമ്മാനെ ബാപ്പ കിട്ടുന്നതിന്റെ മുമ്പ് നടന്ന കല്യാണം. അത്രയും വലിയ ബന്ധമാണ്. അങ്ങനെ അമ്മേന്നാണ് ആ ഏരിയയിലൊക്കെ ഉള്ള മുസ്ലിമീങ്ങളെ മക്കളൊക്കെ അമ്മേന്നാ പറയും. ഈ സ്ത്രീ രാവിലെ ഉണ്ട്. ഞാൻ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വന്ന് വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു 8 മണിക്ക് വീട്ടിൽ പോയി, ഒരു 8:30 മണിക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സ്ത്രീ ഇങ്ങോട്ട് ഞാൻ വന്ന് കയറിയ ഉടനെ എൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പാഞ്ഞു വന്നിട്ട് എൻ്റെ കൈ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റിയെന്ന് കേട്ടിട്ട് അമ്മയ്ക്ക് ഇന്നലെ രാത്രി ഉറക്കം വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു സംഭവമാണ്. അതിനൊരു ഈ വാക്കിനൊരു പകരം എനിക്ക് പറയാൻ കഴിയില്ല. ചിന്തിച്ചു, എവിടുന്ന ഈ വെളിച്ചം കിട്ടിയത്? ഈ വെളിച്ചത്തിന് ഈ അകലം കുറിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇന്ന് നമ്മൾ നശിപ്പിച്ചു കളയരുത്. അതിലില്ലാത്ത വിളിച്ച ഇത് നേരാണേ, ഇത് സത്യാണേ, ഇത് നേരാണേ, ഇത് സത്യം.